കോഴിപ്പിള്ളി പാറശാലപ്പടിയിൽ കുടിവെള്ളമില്ല. ജനങ്ങൾ ദുരിതത്തിൽ. 20 ദിവസമായി ഈ ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട്. നാട്ടുകാർ പലവട്ടം പരാതികൾ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഒരു റിപ്പോർട്ട്. വേനൽ കത്തുന്ന കാലം. ഈ കൊടുംചൂടിൽ കുടിവെള്ളം പോലും കിട്ടാതെ വലയുകയാണ് വാരപ്പെട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന കോഴിപ്പിള്ളി പാറശാലപ്പടി നിവാസികൾ. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് 20 ദിവസങ്ങൾ പിന്നിടുന്നു. നാട്ടുകാർ പലവട്ടം പരാതികൾ ഉന്നയിച്ചിട്ടും അറിഞ്ഞ മട്ടില്ല ബന്ധപ്പെട്ട അധികാരികൾക്ക്. ഇത്ര ദിവസങ്ങൾ കടന്നുപോയിട്ടും യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ആഴ്ചകളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല. ഒരു 15 ദിവസങ്ങളായിട്ടുണ്ട് വെള്ളമില്ലാതെയായിട്ട്. ഞങ്ങൾ അയൽക്കത്ത് കിണറ്റിൽ നിന്നൊക്കെ കോരിയൊക്കെയാണ്. അച്ഛനാണ് ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു. വെള്ളമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പരാതികൾ മെമ്പറുടെ അടുത്ത് പറയും, അല്ലാതെ പിന്നെ അവിടെ ചെന്ന് പറയാൻ ഉള്ളൂ. അല്ലാതെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് അവർ വെള്ളം വരും, കുഴപ്പമില്ല, അങ്ങനെ വരും എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസം സാറ് വന്നിട്ട് പോയായിരുന്നു, എ ഇ വന്നിട്ട് പോയായിരുന്നു. അപ്പോൾ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇതുവരെയായിട്ടും വെള്ളം ഇപ്പോൾ അതിലും മോശമായിട്ടാണ്. വെള്ളം ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നെ. ഒരാഴ്ച മുമ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും പരിഹാരം കണ്ടെത്താമെന്ന വാക്ക് നൽകുകയും ചെയ്തു. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഇനിയും ലഭിച്ചിട്ടില്ല. പ്രായമായവരും രോഗികളും ഉൾപ്പെടെ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിവിടം. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളും ജോലിക്ക് പോകുന്നവരും അനുഭവിക്കുന്ന വിഷമതകൾ ചെറുതല്ല. ഇവിടെ എല്ലാ വീട്ടിലും വയസ്സായ ആളുകളും ജോലിക്ക് പോകുന്നവരും എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. കുട്ടികളെ സ്കൂളിൽ വിടണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊക്കെ ഇന്ന് മെനക്കെട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ വാട്ടർ അതോറിറ്റി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞപ്പഞ്ചായത്ത് മെമ്പറോട് കഴിഞ്ഞ ദിവസം ചെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ അവർ പറഞ്ഞു. എന്ത് കാരണങ്ങളും വെള്ളം കിട്ടണ്ടല്ലേ നമ്മുടെ ആവശ്യം. അത് കിട്ടുന്നില്ലല്ലോ. മറ്റെന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എങ്ങനെയും മേടിക്കാം. ഇപ്പം ഞങ്ങൾ അയലൊക്കത്ത് കിണറുള്ളൊരു വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് അവർ കുറച്ച് അടിച്ചു തന്നു. അങ്ങനെയാണ് ഇപ്പോൾ വീട്ടിൽ ഓപ്പറേഷൻ ചെയ്ത അച്ഛനും അമ്മയും സുഖമില്ലാത്തവരും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോ വഴിക്ക് പോകണമെങ്കിൽ വെള്ളമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കോരിക്കൊണ്ട് വരുന്നതിൻ്റെ പരിധിയില്ലേ. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ നിന്നാണ് ഇവിടെയുള്ളവർ നിലവിൽ വെള്ളം എടുക്കുന്നതും ഉപയോഗിക്കുന്നതും. കുടിവെള്ള വിതരണ കുഴലുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള തൊഴിലാളികളില്ല, ഫണ്ടില്ല എന്ന വിചിത്ര മറുപടിയാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ വിശദീകരണം. ഒരു 10-15 തവണയെങ്കിലും ഞാൻ ആയിട്ട് വാട്ടർ അതോറിറ്റി പോയി സംസാരിക്കുകയും ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് പലവട്ടം അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാഗത്ത് മാത്രമല്ല, വാർഡിൻ്റെ പന്തപ്പള്ളിത്തണ്ട് അകത്തൂടെ റോഡിൽ 6 മാസമായിട്ടും വെള്ളം എത്തിയിട്ടില്ല. അതും നമ്മൾ ആ മുൻപിരുന്ന എയും ഇപ്പോൾ ഉള്ള എയും കൊണ്ട് ഈ സൈറ്റ് കാണിച്ചു കൊടുക്കുകയും ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് പണിക്കാരില്ല എന്നാണ് പറഞ്ഞത്. ഒരാൾ മാത്രമേ ഉള്ളൂ പഞ്ചായത്തിൽ പണിയാനായിട്ട്. ആ പണിക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടതാണ്. അവർ പല സ്ഥലത്തും പണിതിട്ട് ഉണ്ടെങ്കിൽ പോലും അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൂടാതെ തന്നെ പറഞ്ഞൊരു കാര്യം, ഇവർക്ക് പണിക്കാരില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ ബുദ്ധിമുട്ട് വരുന്നതെന്നും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊരു കാരണമല്ല. ഇപ്പോൾ കുടിവെള്ളക്ഷാമം ഒത്തിരി പല ഭാഗത്തും ഒത്തിരി ഉള്ള സമയമാണ്. പല രോഗികളായിട്ടും മറ്റേ കിടപ്പ് രോഗികളൊക്കെ ആയിട്ട് അവർക്കൊക്കെ വെള്ളത്തിൻ്റെ സൗകര്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒത്തിരി പരാതികളുണ്ട് വാർഡിൽ തന്നെ. വേനൽ കനത്തതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും ജലലഭ്യത കുറഞ്ഞിട്ടുണ്ട്. ഈ കിണറുകളിലും വെള്ളം പറ്റിയാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ജനങ്ങൾ നെട്ടോട്ടമോടേണ്ട ഗതികേടാകും. ഈ സാഹചര്യത്തിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളം കിട്ടണില്ല. ഞാൻ അവിടെ വെള്ളം ഇല്ലാതെ വരുമ്പോൾ ഇവിടെ വന്ന് ഈ നോട്ടം ഇവരോടൊക്കെ പറച്ചിലൊക്കെയാണ്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വെള്ളം ഇപ്പോൾ ഇവർ ഈ കൊച്ചു വന്നപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെ പറയാം. അല്ല, നമ്മൾ പിന്നെ എന്നാ ചെയ്യലേ? വേറെ എന്താ പറയണ്ടേ? എനിക്ക് ഇപ്പോൾ ഒരാഴ്ചയായി. ഒരു ദിവസം കിട്ടി. ആ മഴയ്ക്ക് തലേദിവസം കിട്ടിയതാണ്. മഴ പെയ്തതിന് മുമ്പ്. അല്ല, മഴ പെയ്ത പിന്നെ ഇല്ല, അപ്പം വെള്ളമില്ല. അങ്ങനെ പോണു. ഇപ്പം കിണറ്റിൽ ചിരിച്ചൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം നമ്മുടെ കയ്യിൽ ചിരിച്ചൊക്കെ കിട്ടും. അത് നോക്കി ഉപയോഗിച്ചിരിക്കുക. വേറെ ഒരു കാര്യങ്ങൾ നടത്താൻ പറ്റില്ല വെള്ളമില്ലാതെ. അധികൃതരുടെ ഉദാസീന ഭാവം തുടർന്നാൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. മീഡിയ സിസ്റ്റി, കോതമംഗലം.